ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. ഇന്നൊരു കിടിലൻ ത്രില്ലർ മൂവിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവി വളരെ യാദൃശ്ചികമായിട്ടാണ്, എന്നാൽ അധികം എവിടെയും സംസാരിക്കാതെയാണ് ഞാൻ ഇങ്ങനെ ഒരു മൂവി കാണുന്നത്. ഇതൊരു ഇന്ത്യൻ മൂവിയാണെന്ന് തന്നെ പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഡീപ്പ് ബ്രീത്ത് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും ഈ സിനിമയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യം. സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിക്കുന്നൊരു കഥ. ഒരു കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് ഈ വാർത്ത പലയിടങ്ങളിലേക്കും പരക്കുന്നു. സംഭവം നോർത്തിലാണ് നടക്കുന്നത്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, വിവരവും വിദ്യാഭ്യാസവും എന്ന് പറയുന്നൊരു സാധനം അടുത്തുകൂടെ പോയിട്ടില്ലാത്ത എല്ലാ മക്കളും കൂടെ ചേർന്നിട്ട് നടത്തുന്ന ഒരു കലാപമാണ് ഈ സിനിമ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു സിറ്റുവേഷനിൽ നടക്കുന്നൊരു സാധനമാണെന്ന്. എന്നാൽ ഇതൊരു അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൻ്റെ പിന്നാലെ പോകുന്ന പല സംഭവങ്ങളും സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. സീരിയസ്ലി നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് റണ്ണിങ് ടൈമുള്ള ഒരു മൂവിയാണ്. സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരേക്കും നല്ല ഗംഭീരമായിട്ട് പലയിടങ്ങളിലും നമ്മളെ ഹേർട്ട് ബീറ്റ് കൂട്ടാനും അതുപോലെ തന്നെ ബ്രീത്ത് ഫ്രീസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള അപാരമായിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് മേക്കിംഗ്. സംഭവം ഗംഭീര പടമാണ്. അഭിഷേക് ബാനർജിയുടെയും ശുഭത്തിൻ്റെയും ക്യാരക്ടർ ഭയങ്കര സൂപ്പറാണ്. രണ്ടുപേരും ജ്യേഷ്ഠാനുജന്മാരാണ്. ഇവരുടെ ഈ ഒരു ക്യാരക്ടറിനിടയിലേക്ക് പുതിയൊരു ക്യാരക്ടറായിട്ട് എത്തുന്നത് മിയ മയൽസറാണ്. സോ ഇവരുടെ മൂന്ന് പേരുടെയും ഒരു കോംബോ, ഇവരുടെ മൂന്ന് പേരുടെയും പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ആക്ച്വലി ഭയങ്കര കിടിലായിട്ടുള്ളത്. അതിൽ മിയയുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, വേറെ ലെവൽ ആക്ടിങ് ആണ്. അവിടെ ലുക്ക് വൈസ് ആണെങ്കിലും അവരുടെ മാനറിസങ്ങളാണെങ്കിലും ഒക്കെ ഭയങ്കര കിടിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അതുപോലെ തന്നെ ശുഭത്തിൻ്റെ ക്യാരക്ടറും അടിപൊളിയാണ്. അതിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ആക്ടിങ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശുഭം കിടിലൊരു ആക്ടറാണ്. അതുപോലെ തന്നെയാണ് അഭിഷേക് ബാനർജിയുടെ ക്യാരക്ടറും. തുടക്കത്തിലുണ്ടായിരുന്ന അയാളുടെ ഒരു ക്യാരക്ടറിന് ഉണ്ടാകുന്നൊരു വേരിയേഷൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഇതിനകത്ത് മേക്കപ്പ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ഹെവി മേക്കപ്പ് പരിപാടിയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. നമുക്ക് പലയിടങ്ങളിലും തോന്നും ഇത് എൻ്റെ അമ്മ ഇത് ഒറിജിനലാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള. അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി നമുക്ക് തോന്നിപ്പോ ഇത് ഒറിജിനലായിട്ടാണ് ഇവരെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്താണോ ആ തരത്തിലേക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി നറേഷൻ സ്റ്റൈലുണ്ടല്ലോ, വേറെ ലെവലാണ്. നമ്മളിങ്ങനെ ശ്വാസം മുട്ടി ബ്രീത്ത് പിടിച്ചിങ്ങനെ ഇരുന്നു. നമ്മൾ തന്നെ പലപ്പോഴും ആഗ്രഹിച്ചു അയ്യോ ഇത് സംഭവിക്കല്ലേ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു. ആ തരത്തിലേക്കാണ് കഥ കൊണ്ടുപോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്, പക്ഷേ ആ കൊണ്ടുപോകുന്നത് കണക്ട് ചെയ്യുന്ന രീതികൾ ഒക്കെ ഗംഭീരമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും വിഷ്വലൈസേഷൻ ആണെങ്കിലും ഒക്കെ ഗംഭീരം. ഇത് 2023 ഇറങ്ങിയൊരു മൂവിയാണ്. വളരെ ലേറ്റായിട്ടാണ് ഈ മൂവി കാണുന്നതെന്നുള്ള ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഈ സിനിമയെക്കുറിച്ച് അധികം എവിടെയും പറഞ്ഞ് കേട്ടതുമില്ല. എന്നിരുന്നാൽ പോലും പറയുകയാണ്, ഗംഭീര ഒരു പടമാണ്. ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കുക. കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.